ഇന്ന് നമുക്ക് ഡിന്നറിന് ഒരു അടിപൊളി ബട്ടർ നാൻ ആയാലോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു നാൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നാൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു ബട്ടർ നാൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ നമ്മുടെ ഇന്നലെ ഉണ്ടാക്കിയ നമ്മുടെ ബട്ടർ പനീർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതിൻ്റെ കൂടെയാണ് ഈ ബട്ടർ നാൻ കഴിയുക. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്ത ആൾക്കാർ പോയി കാണുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈസ്റ്റ് നല്ല ഫ്രഷ് ഈസ്റ്റ് ആയിരിക്കണം, അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6-7 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നന്നായിട്ട് പുളിച്ച് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ അതിന് നന്നായിട്ട് പുളിച്ച് പൊന്തിയതിന് ശേഷം ഞാനിവിടെ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ആ മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇത്തിരി ഓയിൽ, അതായത് ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മാക്സിമം പോലെ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ, ഇത്തിരി ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. അതൊന്നും കൂടെ കൈവച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് അത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് നമുക്ക് നാൻ ഏത് ടൈപ്പിലാണോ വേണ്ടത്, റൗണ്ടിലാണെങ്കിൽ റൗണ്ട്, അല്ലെങ്കിൽ റെക്റ്റാങ്കിളോ സ്ക്വയറോ എങ്ങനെയാണ് വേണ്ടത് ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുക കേട്ടോ. നന്നായി കട്ടി കുറച്ച് പരത്തരുത്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ടൈപ്പിലാണ് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത്തിരി മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗത്ത് ഇത്തിരി വെള്ളം വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. വെള്ളം വെച്ചിട്ട് പ്രസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിലവർ ദോശക്കല്ലിൽ ഈ ഒരു ഞാനിട്ടതിന് ശേഷം മറ്റേ ഭാഗം മോൾ ഭാഗത്ത് വരുന്ന ഭാഗം ഇങ്ങനെ തീയിൽ കാണിച്ചിട്ടൊന്ന് ചുട്ടെടുക്കുക ചെയ്യാം. അങ്ങനെയും ഞാൻ ഉണ്ടാക്കുന്നവരുണ്ട്, അല്ലാത്തവർ വെള്ളം തടവി കൊടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഇങ്ങനെ തൊട്ട് തടവുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചിടാതെ ഈ ദോശക്കല്ലെടുത്ത് ഇങ്ങനെ മറിച്ച് പിടിക്കും. അങ്ങനെയും ചുടുന്ന ആൾക്കാരുണ്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെയല്ല, സാധാരണ മറിച്ചിടുന്ന രീതിയിൽ മറിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. നിങ്ങൾക്കത് വീഡിയോയിൽ കറക്റ്റ് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പം നമ്മുടെ ഞാനിവിടെ ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം വേണം അത്രയും ബട്ടർ തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ബട്ടർ നാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതേവരെ ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.